അല്ല, ഇത് ഇത്രയും കഷ്ടപ്പാടുള്ള പണിയായിരുന്നോ? അമ്മേനൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടത് വളരെ ഈസി ആയിട്ടാണ്. അമ്മയുടെ കൂടെയൊക്കെ കൂടിയിട്ട് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. പിന്നെ എങ്ങനെയെന്നാ? അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ അമളി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്ക് വീട് കിട്ടുമ്പോൾ അതിന്റെ കൂടെ കുഞ്ഞു ഗാർഡൻ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ കാണുന്ന ചെടികളും മണ്ണും ഒക്കെ സെറ്റാക്കിയിട്ടായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാസം തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ചില അമളികളൊക്കെ പറ്റിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ഇത് തെറ്റാണെന്നും ശരി എന്താണെന്നൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അമളി പറ്റി. നമ്മൾ മണ്ണിടണ്ടതിന് പകരം ആദ്യം മളിച്ചിട്ട് അവർ സെറ്റാക്കി തന്നിട്ടും ഞങ്ങൾ വീണ്ടും മളിച്ചാണ് വാങ്ങിച്ചിട്ടിട്ടുണ്ടായത്. പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഞങ്ങൾ മളിച്ചു വാങ്ങിയത് ഫൈനായിട്ടുള്ളതായിരുന്നില്ല. അതില് കോലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതായിരുന്നു. ആ മളിച്ചിട്ടത് കൊണ്ട് തന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ ഒരു ചെടികളൊന്നും നടാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ നാട്ടില് ചെടിയും കോലൊക്കെ ഇങ്ങനെ തരിച്ചിടില്ലേ, ആ ഒരു പരിവാണ് കേട്ടോ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാൻ എന്താ കാരണം എന്നല്ലേ ചിന്തിക്കുന്നത്. ഇവിടെ മണ്ണ് നമുക്ക് നാട്ടിലെ പോലെ കിളച്ചെടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണം. ഈ മണ്ണ് വാങ്ങാൻ പോയപ്പോൾ മണ്ണ് മളിച്ച് കമ്പോസ്റ്റ് എന്നും പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിലേതാ എടുക്കേണ്ടതെന്നും ഏതാ ഇടേണ്ടതെന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അതും മണ്ണിൽ തന്നെ ബ്രൗൺ മണ്ണും ബ്ലാക്ക് മണ്ണും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഫൈനലി മളിച്ചൊക്കെ മാറ്റി നമ്മൾ മണ്ണിട്ടിട്ട് ഒന്ന് തറ സെറ്റാക്കണം എന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടി. 2 സൈഡിലായിട്ടാണ് കേട്ടോ ഗാർഡൻ ഉള്ളത്. ആദ്യം ഈ സൈഡിലുള്ള ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മണ്ണൊന്ന് കോർണറിന് വലിച്ചപ്പോ തന്നെ കുറെ ഉറുമ്പിന്റെ കടി കിട്ടി. ഭയങ്കര പെയിനാണ് കേട്ടോ. ഇങ്ങനെ വലിച്ചുള്ള ഒരു വേദനയാണ്. ഇനി നാളെ ആകുമ്പോഴത്തേക്കും ആ ഉറുമ്പ് കടിച്ചെടുത്ത് ഇങ്ങനെ കുറച്ച് പഴുത്ത പോലെയൊക്കെ വരും. അതിന്റെ ഇടയ്ക്ക് ജൂനിയർ വ്ളോഗർ ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞോണ്ടിരിക്കെ നമ്മളെ ഗാർഡൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.